ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ലാസ്റ്റ് പഠിച്ചത് എന്താ? അയ്യോ, ഒന്നും ഓർമ്മയില്ലേ? യൂണിഫോം ആക്സിലറേഷൻ പഠിച്ചില്ലേ? അതെന്താ പഠിച്ചത്? യൂണിഫോം ആക്സിലറേഷൻ അതെന്താ പഠിച്ചേ? ഈക്വൽ എമൗണ്ട് ഓഫ് വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമുക്ക് 3 ഇക്വേഷൻ അറിയാം, നേരത്തെ പഠിച്ചിട്ടുണ്ട്. വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, പിന്നെ ഒരെണ്ണം ഏതാ? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. പഠിച്ചിട്ടില്ലേ? അത് നമ്മൾ ഗ്രാഫിക്കലി ആണ് നമ്മൾ 9th ഡിറൈവ് ചെയ്യാൻ പഠിച്ചത്. ഇതിപ്പോൾ നമ്മൾ ന്യൂമറിക്കലി ചെയ്യാൻ പോവാ. എന്താണ്? ഓക്കെ, ഓർമ്മയില്ല. അങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ല ഇക്വേഷൻസ്? ഉണ്ടട്ടാ. ഓക്കെ, അതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്, ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു യൂണിഫോമിലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ട്. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? when object is said to be uniform acceleration, it cover equal velocity in equal interval of time. അപ്പൊ യൂണിഫോമിലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റിനെയും ടൈമിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണേ. ഒരു പാർട്ടിക്കിള് ഫസ്റ്റ് നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു പാർട്ടിക്കിള് യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്തോണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇവിടുത്തെ ഒരു പോയിന്റ് എയിലെ വെലോസിറ്റി v0 എന്ന് കൊടുത്തു. അറ്റ് ടൈം t ഈക്വൽ ടു 0. ടൈം t ഈക്വൽ ടു 0 പൊസിഷൻ എയിലെ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ v0. അത് കുറച്ചുകൂടി മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോ പൊസിഷൻ ബിയിലെത്തി. പൊസിഷൻ ബിയിലെത്തിയപ്പോ അതിന്റെ വെലോസിറ്റി നമുക്ക് vt എന്ന് കൊടുക്കാം. അറ്റ് ദ ടൈം t ഈക്വൽ ടു t എന്ന് തന്നെ കൊടുത്തു. ഓക്കെ, ഒരു പാർട്ടിക്കിള് മൂവ് ചെയ്യണേണ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. നമ്മൾ യൂണിഫോമിലി ആക്സിലറേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനാണ് കൺസിഡർ ചെയ്യുന്നത്. യൂണിഫോമിലി ആക്സിലറേറ്റഡ് ആയിട്ട് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റ് പൊസിഷൻ എയിൽ അതിന്റെ വെലോസിറ്റി കൺസിഡർ ചെയ്തു, അറ്റ് t ഈക്വൽ ടു 0. പൊസിഷൻ ബിയിൽ അതിന്റെ വെലോസിറ്റി കൺസിഡർ ചെയ്തു, vt എന്നും പറഞ്ഞെടുത്തു, അറ്റ് ദ ടൈം t ഈക്വൽ ടു t. ഇനി ആക്സിലറേഷൻ നമ്മൾ എങ്ങനെയാ പഠിച്ചേ? ആക്സിലറേഷന്റെ ഒരു ഇക്വേഷൻ, ആക്സിലറേഷൻ a ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയാം അല്ലെ? ഇവിടത്തെ നമുക്ക് ഇതിൽ വെച്ച് നമുക്ക് എങ്ങനെ ആക്സിലറേഷൻ എഴുതാം? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി ഏതാണ്? ഒബ്ജക്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള വെലോസിറ്റി v0 അറ്റ് ദ ടൈം t ഈക്വൽ ടു 0. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് vt അറ്റ് ദ ടൈം t ഈക്വൽ ടു t. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പൊ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം. സോ നമുക്ക് എങ്ങനെ എഴുതാം? vt മൈനസ് v0 ഡിവൈഡഡ് ബൈ t മൈനസ് t ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0. സോ a ഈക്വൽ ടു vt മൈനസ് v0 ബൈ t എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ at ഈക്വൽ ടു vt മൈനസ് v0. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ മൈനസ് v0 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നെ, അപ്പൊ അതെന്താവും? പ്ലസ് ആവും. v0 പ്ലസ് at ഈക്വൽ ടു vt. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. v0 പ്ലസ് at ഈക്വൽ ടു vt. v0 എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി അറ്റ് ദ ടൈം t ഈക്വൽ ടു 0. vt എന്ന് പറഞ്ഞാല് വെലോസിറ്റി അറ്റ് ദ ടൈം t ഈക്വൽ ടു t. അത് സൈഡിൽ എഴുതി വെക്കണേ. v0 ഈക്വൽ ടു വെലോസിറ്റി അറ്റ് ദ ടൈം t ഈക്വൽ ടു 0. vt എന്ന് പറഞ്ഞാല് വെലോസിറ്റി അറ്റ് ദ ടൈം t ഈക്വൽ ടു t. ഇനി നമുക്ക് ഈ v0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ? അതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? u എന്ന് കൊടുക്കാം. ഓക്കെ, പ്ലസ് at ഈക്വൽ ടു vt എന്ന് പറഞ്ഞാല് ഫൈനൽ വെലോസിറ്റി, അതിനെ നമുക്ക് v എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വന്നു? v ഈക്വൽ ടു u പ്ലസ് at. ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതല്ലേ? v ഈക്വൽ ടു u പ്ലസ് at. ഇങ്ങനെയാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഇനി എഴുതിക്കും വെലോസിറ്റി ടൈം റിലേഷൻ. സ്വന്തമായിട്ട് ചെയ്തു പോകാൻ പറ്റുമോ എന്ന് നോക്കട്ടാ. വരയ്ക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വരച്ചു.
അല്ലെങ്കിൽ ഒന്ന് ഓർത്തിരുന്ന് എഴുതിയാൽ മതി. ഇങ്ങനെ വരച്ചാൽ നമുക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഇനി ആലോചിച്ച് നോക്കുമ്പോ സ്വന്തമായിട്ട് ചെയ്ത് നോക്കട്ടെ. എവിടെയാണ് സ്റ്റക്ക് ആവുന്നത് അവിടെ വെച്ച് ബോർഡിൽ നോക്കും. പ്രജീന ക്ലിയർ ആണോ? ക്രിസ്സെ കാണാൻ പറ്റുന്നുണ്ടോ? ബോർഡ് ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ക്രിസ്സെ ക്ലിയർ ആണോ? പ്രജീന ആ ബോർഡ് ക്ലിയർ അല്ലെങ്കിൽ പറയണേ. V0 നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറഞ്ഞല്ലേ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ സാധാരണ. അതങ്ങനെ കൊടുക്കുന്നത് ഈ ഇക്വേഷൻ എഴുതിയാലും ഓക്കെയാണ്. പക്ഷെ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഈ ഇക്വേഷൻ അല്ലേ, ഇതല്ലേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v. എഴുതിയാ? എന്താ ഡൗട്ട് ഉണ്ടോ? ഏതാടാ? ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് vt. ഏത് ഇതാ? അതാ ഞാൻ പറഞ്ഞത്. ഈ v0നെ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുത്ത് vtക്ക് പകരം നമ്മൾ v എന്ന് എഴുതി ഫൈനൽ വെലോസിറ്റി. ഇത്ര എഴുതിയാലും കുഴപ്പമില്ല. കുറച്ചും കൂടി കംഫർട്ടബിൾ ആകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതിയത്. അപ്പൊ നിങ്ങൾക്ക് ഇനി മാറിപ്പോകേണ്ട സൈഡിൽ എഴുതി വെച്ചോട്ടോ. നമ്മൾ v0 ആണ് ഇനീഷ്യൽ വെലോസിറ്റി u ആയിട്ട് എടുത്തത്, vt ഫൈനൽ വെലോസിറ്റി v. ഇത് എഴുതി വെച്ചാ v0 എന്താണ്? വെലോസിറ്റി അറ്റ് ടൈം t ഈക്വൽ ടു 0, vt വെലോസിറ്റി അറ്റ് ടൈം ഈക്വൽ ടു t. ഓക്കെ, എഴുതിയാ? അടുത്തത് പൊസിഷൻ ടൈം റിലേഷൻ. പൊസിഷൻ ടൈം റിലേഷൻ. പൊസിഷൻ ടൈം റിലേഷൻ. ഡെറിവേഷൻ പഠിക്കണോട്ടോ എഴുതാൻ. ഇത് ചോദിക്കും എക്സാമിൽ. ഇങ്ങനെ ഡിറൈവ് ചെയ്ത് തന്നെ നമ്മൾ ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കരുത്. 10th വരെ ഡെറിവേഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ എഴുതാൻ. എക്സാമിന് ഉണ്ടായിരുന്നോ ഡെറിവേഷൻ എഴുതാൻ? ഇല്ല. അപ്പൊ ഇനി തൊട്ട് ഡെറിവേഷൻ ഉണ്ടാവും, പഠിച്ചു വെക്കണം. ഇക്വേഷൻ മാത്രം പഠിക്കരുത്, ചെയ്യുന്ന രീതി ഫസ്റ്റ് തൊട്ടുള്ളത് പഠിച്ചു വെക്കണേ. അടുത്തത് പൊസിഷൻ ടൈം റിലേഷൻ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഇനീഷ്യൽ വെലോസിറ്റി കണ്ട്, ഫൈനൽ വെലോസിറ്റി കണ്ട്. അതിൽ നമുക്ക് ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ഡിവൈഡഡ് ബൈ 2. ആവറേജ് ആ വെലോസിറ്റി. ഇപ്പൊ ഒരു ബോഡിക്ക് ഇനീഷ്യൽ വെലോസിറ്റി u ഉണ്ട്, ഫൈനൽ വെലോസിറ്റി v ഉണ്ട്. അപ്പൊ ആവറേജ് വെലോസിറ്റി കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? u പ്ലസ് v ഡിവൈഡഡ് ബൈ 2. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു u പ്ലസ് v ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മൾ പൊസിഷൻ ടൈം റിലേഷൻ ചെയ്യുമ്പോഴുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു u പ്ലസ് v ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് ആവറേജ് വെലോസിറ്റിക്ക് നമ്മൾ വേറൊരു ഇക്വേഷൻ കൂടി പഠിച്ചിട്ടുണ്ട്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, ഇതിന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ് എഴുതാൻ പോകുന്നത്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്
equal to total displacement equal to average velocity into time. Into time. Okay. ഇനി ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എന്ത് ലെറ്റർ വെച്ചാണ്? എസ്. എസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി നമ്മൾ പഠിച്ചു u പ്ലസ് വി ബൈ ടു. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം u പ്ലസ് വി ബൈ ടു ഇൻറ്റു ടി. അപ്പൊ പൊസിഷൻ ടൈം റിലേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം എന്താണ്? ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ വരിക u പ്ലസ് വി ഡിവൈഡഡ് ബൈ ടു. ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടി. അടുത്ത സ്റ്റെപ്പ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ്, എസിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം. ഓക്കെ, അതിൽ നമ്മൾ ആവറേജ് വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ഇൻറ്റു ടൈം ടി. ഇനി നമ്മൾ ഇവിടെ ഓർക്കേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി. വി ഈക്വൽ ടു വിക്ക് ഒരു ഇക്വേഷൻ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പഠിച്ചു. വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതിന് തൊട്ട് മുമ്പ് പഠിച്ചത് വി ഈക്വൽ ടു യു പ്ലസ് എ ടി. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എസ് ഈക്വൽ ടു അപ്പൊ എങ്ങനെ വരും? യു പ്ലസ് വിയുടെ ഇവിടെ എന്ത് കൊടുക്കാം? യു പ്ലസ് എ ടി ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ടി. ഓക്കെ, ഇനി യു പ്ലസ് യു എന്ന് പറയുമ്പോ എത്രയാവും? 2u. എസ് ഈക്വൽ ടു ഇവർക്ക് കാണാൻ പറ്റുമോ ഇനി എഴുതിയ? നിങ്ങൾ ഇത്ര എഴുതിയെടുക്കുക, അവർക്ക് ഞാൻ വായിച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ അവർക്ക് കാണാൻ പറ്റില്ല. എഴുതിയാ? എഴുതിയാ? ഇന്ന് തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്ന് തന്നെ ചെയ്ത് നോക്കി സ്വന്തമായിട്ട് എഴുതി നോക്കണേ. സിമ്പിൾ ഡെറിവേഷൻ ആണ്, പക്ഷെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ കഴിയുമ്പോൾ പഠിക്കാൻ നിന്നാൽ നമുക്ക് കിട്ടില്ല. ഇന്ന് തന്നെ ചെയ്ത് പോകാം. നമുക്ക് ആകെ ഞാൻ കുറച്ചേ പഠിപ്പിക്കുന്നുള്ളൂ ഓരോ ക്ലാസ്സിലും. അതനുസരിച്ച് ചെയ്ത് പോവുക, പഠിക്കുക. എന്നിട്ട് ബുക്ക് മാറ്റി വെച്ചിട്ട് ഡെറിവേഷൻ എഴുതി നോക്കുക. തെറ്റുമെങ്കിൽ മാത്രം ബുക്ക് എടുത്ത് നോക്കുക. ഓക്കെ, കഴിഞ്ഞില്ലേ ഇത്രയും? ഇൻറ്റു ടി നമുക്ക് എങ്ങനെ കൊടുക്കാം? എസ് ഈക്വൽ ടു യു പ്ലസ് യു 2u പ്ലസ് എ ടി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2u ബൈ 2 ഇൻറ്റു ടി പ്ലസ് എ ടി സ്ക്വയർ ബൈ 2. ഓക്കെ, 2 ക്യാൻസൽ ആയി. എസ് ഈക്വൽ ടു യു ടി പ്ലസ് 1/2 AT square. S equal to UT plus half AT square. S equal to UT plus half AT square. ക്രിസ് എഴുതിയാ? എഴുതിയ ഇത്രയും ഒന്ന് നോക്കിക്കേ എങ്ങനെ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ആ സ്റ്റെപ്പ് എല്ലാം ഒന്ന് നോക്കി വെക്കട്ടാ. എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അതിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്താണ്? ഞാൻ 2 സ്റ്റെപ്പാണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്തത്? ആവറേജ് വെലോസിറ്റിന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ
എസിന്റെ ഇക്വേഷനിലേക്ക് എത്തി. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻടു ടൈം. പിന്നെ നമ്മൾ ആവറേജ് വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഇക്വേഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത്രയും കിട്ടിയാ നിനക്ക്? ഓക്കെ, അടുത്തത് വെലോസിറ്റി ടൈം റിലേഷൻ കഴിഞ്ഞു, പൊസിഷൻ ടൈം കഴിഞ്ഞു. ഇനി അടുത്തത് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. ഓക്കെ, പൊസിഷൻ വെലോസിറ്റി. ഇവിടെ ഞാൻ രണ്ട് സ്റ്റെപ്പ് പറയാം. ആ സ്റ്റെപ്പ് ഓർത്തിരിക്കുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ഓർക്കേണ്ടത് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ടി ഈക്വൽ ടു വി മൈനസ് യു. ഇത് ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് വി മൈനസ് യു ഈക്വൽ ടു എ ടി എന്ന് എഴുതി. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതേണ്ട ഇതാണ്, ആക്സിലറേഷൻ ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം. ഇത്രയും ഓർത്തിരിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടി. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ഓർത്തിരിക്കേണ്ടത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻടു ടൈം. തൊട്ട് മുമ്പ് പഠിച്ച ഒരു ഇക്വേഷൻ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻടു ടൈം. എസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി എന്തായിരുന്നു? യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2 ഇൻടു ടി. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 2s ഈക്വൽ ടു യു പ്ലസ് വി ഇൻടു ടി. ഇവിടുത്തെ ടി ഇങ്ങോട്ട് വരുമ്പോ എന്താവും? ഡിവിഷൻ ആവും അല്ലെ? ഇത് മൾട്ടിപ്ലൈഡ് ആണ്, അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആകും. 2s ബൈ ടി ഈക്വൽ ടു യു പ്ലസ് വി. ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വി പ്ലസ് യു ഈക്വൽ ടു 2s ബൈ ടി എന്ന് എഴുതി. ഓക്കെ, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, ആക്സിലറേഷൻ മാത്രം ഓർത്തിരുന്നാൽ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. സെക്കൻഡ് ഇക്വേഷൻ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ഓർത്താൽ ഇതും എഴുതാം. ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇക്വേഷൻ 1ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പൊ നോക്കിക്കേ, ഇക്വേഷൻ 1ൽ ഒരു വി മൈനസ് യു ഉണ്ട്, ഇവിടെ ഒരു വി പ്ലസ് യു ഉണ്ട്. അപ്പൊ നമുക്ക് അത് ഒരുമിച്ച് എഴുതാം. വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു. മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 1 into 2 then equal to എന്റെ ഇവിടെ ബാക്കിയുള്ളത് ആരൊക്കെയാ? ഒരു എ ടി ഉണ്ട്, ഒരു 2s ബൈ ടി ഉണ്ട്. 2s ബൈ ടി ഇൻറ്റു എ ടി. ഇതൊന്ന് നോക്കിക്കേ, വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു ടി ടി ക്യാൻസൽ 2as. ഇതാണ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. ഇതൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ആകെ 2 സ്റ്റെപ്പ് മാത്രം ഓർത്തിരുന്നാൽ മതി. സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നൊന്നും എഴുതരുത് കേട്ടോ. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയണതാണ്. ഫസ്റ്റ് ഓർത്തിരിക്കേണ്ടത് ഇക്വേഷൻ എന്താണ്? ആക്സിലറേഷന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക, ദെൻ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റും. വേഗം ചെയ്ത് നോക്കൂ. ബോർഡിൽ നോക്കാതെ ചെയ്യട്ടെ, എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം നോക്കൂ. കാണുന്നില്ലേ? അത് ഓക്കെ ആണോ? ക്രിസ് എഴുതിയാ?
കഴിഞ്ഞ കിട്ടിയാ എഴുതാൻ? ഓക്കെ, അടുത്തത് ഇത് മൂന്നുമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഇക്വേഷൻ. അടുത്ത ഒരു സ്പെഷ്യൽ കേസ് ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. nth സെക്കൻഡിൽ എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു പാർട്ടിക്കിള് എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യണേ. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡില് അതൊരു 1 മീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ സെക്കൻഡ് സെക്കൻഡിൽ അത് എഗൈൻ ഒരു 1 മീറ്റർ ട്രാവൽ ചെയ്തു. അപ്പൊ 2 മീറ്റർ ആയി. അടുത്ത തേർഡ് സെക്കൻഡിൽ പിന്നെ ഒരു 1 മീറ്റർ, ഫോർത്ത് സെക്കൻഡ്, ഫിഫ്ത്ത് സെക്കൻഡ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഓക്കെ, ഒരു പാർട്ടിക്കിൾ എ ടു ബി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സെക്കൻഡിൽ അതൊരു 1 മീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ സെക്കൻഡ് സെക്കൻഡിൽ പിന്നെയും ഒരു 1 മീറ്റർ ട്രാവൽ ചെയ്തു. അപ്പൊ 2 ആയി. തേർഡ് സെക്കൻഡിൽ പിന്നെയും 1 മീറ്റർ ട്രാവൽ ചെയ്തു. 3 ആയി. അപ്പൊ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്തോണ്ടിരിക്കണേ. കിട്ടിയാ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെക്കൻഡിൽ ആ പാർട്ടിക്കിൾ ഇവിടെ വരെ ട്രാവൽ ചെയ്തു. സെക്കൻഡ് സെക്കൻഡിൽ ആ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് ട്രാവലിംഗ് സെക്കൻഡ് സെക്കൻഡ് ഇവിടെ വരെ വന്നു. തേർഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടെ വരെ വന്നു. ഫോർത്ത് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ വരുമ്പോഴാണ് ഫോർത്ത് സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് കിട്ടുന്നത്. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫിഫ്ത്ത് സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടെ വരെ എഴുതാം. നമുക്ക് ആ ഡിസ്റ്റൻസ് ഒന്ന് എഴുതി നോക്കാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫിഫ്ത്ത് സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫിഫ്ത്ത് സെക്കൻഡ്. ഫിഫ്ത്ത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പൊ അപ്പുറത്ത് 6 ആണെങ്കിൽ നമുക്ക് 6 എടുക്കാം. അങ്ങനെ എടുത്തു പോയി. ഇപ്പൊ നമുക്ക് ഒരു പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നു. ഫസ്റ്റ് സെക്കൻഡിൽ ഇവിടെ വരെ വന്നു. അടുത്ത സെക്കൻഡിൽ സെക്കൻഡ് സെക്കൻഡിൽ ഇവിടെ വരെ വന്നു. തേർഡ് സെക്കൻഡിൽ ഇവിടെ വരെ എത്തി. ഫോർത്തിൽ ഇവിടെ വരെ എത്തി. ഫിഫ്ത്തിൽ ഇവിടെ വരെ എത്തി. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫിഫ്ത്ത് സെക്കൻഡ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫിഫ്ത്ത് സെക്കൻഡിൽ എത്രത്തോളം വന്നു എന്ന് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ fifth second minus distance traveled in fourth second. അതായത് ഫിഫ്ത്ത് സെക്കൻഡിലെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫിഫ്ത്ത് സെക്കൻഡ് മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫോർത്ത് സെക്കൻഡ് ഇത് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടും. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. നമുക്ക് ഇതല്ല വേണ്ടത്, ഒരു ഇക്വേഷൻ ആണ് വേണ്ടത്. അത് ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ. ജസ്റ്റ് കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫിഫ്ത്ത് സെക്കൻഡിൽ പാർട്ടിക്കിൾ ഇവിടെ വരെ എത്തി. അവിടുത്തെ കറക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫിഫ്ത്ത് സെക്കൻഡ് മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫോർത്ത് സെക്കൻഡിൽ. ഫോർത്ത് സെക്കൻഡിൽ ആ പാർട്ടിക്കിൾ എത്രത്തോളം ട്രാവൽ ചെയ്തോ അത് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടെ ചേഞ്ച് വരുത്തി എഴുതാം. ഇപ്പൊ ഫോർത്ത് സെക്കൻഡ് എന്ന് പറയുന്നത് 4 എന്ന് പറയുന്നത് 5 - 1 തന്നെയല്ലേ. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് അങ്ങനെ അറേഞ്ച് ചെയ്യാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫിഫ്ത്ത് സെക്കൻഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫിഫ്ത്ത് സെക്കൻഡ് മൈനസ് ഈ 4നെ നമുക്ക് 5 - 1 എന്ന് എഴുതാം അല്ലെ. 5 - 1 എന്ന് കൊടുത്തു. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഫിഫ്ത്ത് സെക്കൻഡ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചു. ഇനി സിക്സ്ത് സെക്കൻഡിലാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ സിക്സ്ത് സെക്കൻഡ്. അപ്പൊ എങ്ങനെ വരും? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ സിക്സ്ത് സെക്കൻഡ് മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 6 - 1 സെക്കൻഡ്, അതായത് ഫിഫ്ത്ത് സെക്കൻഡ്. ഓക്കെ, അതുപോലെ സെവൻത്ത് സെക്കൻഡ് വരുമെങ്കിൽ എങ്ങനെ വരും? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ സെവൻത്ത് സെക്കൻഡ് മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ സിക്സ്ത് സെക്കൻഡ്. സിക്സ്ത് എന്ന് പറയുന്നത് 7 - 1. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ പറഞ്ഞോ? ഫിഫ്ത്ത് സെക്കൻഡിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ ആ ഡിസ്റ്റൻസ്. കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആ ഫിഫ്ത്തിൽ നിന്ന് നമ്മൾ അത്രയും കുറച്ചാൽ മാത്രമേ ഫിഫ്ത്ത് സെക്കൻഡിൽ വരുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ പാർട്ടിക്കിൾ അപ്പൊ ഇത്രയും ട്രാവൽ ചെയ്താ വന്നിരിക്കുന്നത്. അപ്പൊ ഫിഫ്ത്ത് സെക്കൻഡിലെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫിഫ്ത്ത് സെക്കൻഡ് അവിടെ വന്നത് മൈനസ് ഫോർത്ത് സെക്കൻഡ് വരെയുള്ളത് മൈനസ് ചെയ്യാം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. മൈനസ് ഫോർത്ത് സെക്കൻഡ്. ഇപ്പൊ ഇനി സിക്സ്ത് സെക്കൻഡിലാണ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ 6th അല്ലേ. അപ്പൊ 6th മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫിഫ്ത്ത് സെക്കൻഡ് വരെ സബ്ട്രാക്ട് ചെയ്യാം. സെവൻത്ത് ആണെങ്കിലും എങ്ങനെ തന്നെ പോകും? അതുപോലെ തന്നെ പോകും. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ സെവൻത്ത് സെക്കൻഡ് മൈനസ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് കിട്ടിയ
ഫിഫ്ത് സെക്കൻഡിലുള്ളതാണ് നമുക്കിപ്പോ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഫിഫ്ത് സെക്കൻഡിൽ നിന്ന് അതിന് തൊട്ട് മുമ്പുള്ള ഫോർത്ത് വരെയുള്ള സബ്ട്രാക്ട് ചെയ്യാം. ഈ ഫോർത്തിനെയാണ് നമ്മൾ 5 - 1 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മൾ പഠിക്കുന്ന ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ 7, 8, 9, 10 അങ്ങനെ പോകുവാണെങ്കിൽ nth സെക്കൻഡിലെ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് എഴുതാമല്ലോ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n-1. ഓക്കെ, നമ്മളിപ്പോ ഇവിടത്തെ n എന്ന് പറഞ്ഞാൽ നമ്മൾ 5 ആയിട്ടാണ് എടുത്തത്. നമുക്ക് nth സെക്കൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n-1th സെക്കൻഡ്. അപ്പൊ അത് എഴുതിക്കോട്ടെ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് മൈനസ് ട്രാവൽഡ് ഇൻ n-1th സെക്കൻഡ്. n-1 സെക്കൻഡ്. നമുക്ക് ഈ ഇക്വേഷൻ മാത്രം മതി. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾ ഇങ്ങനെ വരച്ച് കാണിച്ചത്. ഇത് വരച്ച് വെച്ചോ, എന്നാലേ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, നമുക്ക് ഓർക്കുമ്പോ കിട്ടുള്ളൂ. ഫിഫ്ത് സെക്കൻഡിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫിഫ്ത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ഇപ്പൊ ഫിഫ്ത് മൈനസ് 4 തൊട്ട് മുമ്പുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ 4 വരെയുള്ളത് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഫ്ത് സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. അതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ട nth സെക്കൻഡ് ആണ്. nth സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n-1 സെക്കൻഡ്. ഇവിടെ ഈ സ്റ്റെപ്പ് തൊട്ട് ഈ ഇക്വേഷൻ തൊട്ടൊന്ന് പഠിക്കണം കേട്ടോ കറക്റ്റ് ആയിട്ട്. നമ്മുടെ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ച ഇപ്പൊ എന്താ? ഡിസ്റ്റൻസ് S ഈക്വൽ ടു സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ പഠിച്ച എന്താ? S ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് അത് ഞാൻ Sn എന്ന് കൊടുത്തു. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് Sn ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n-1th സെക്കൻഡ്. അപ്പൊ Sn ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n-1th സെക്കൻഡ്. ഓക്കെ, ഇത്ര എഴുതിക്കോട്ടോ. ഇത്ര എഴുതിയാ? അടിയില് കാണുന്നില്ലേ? എവിടെ വരെ കിട്ടിയടാ? ഇപ്പൊ കാണാവോ? തൊട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഓഫായി പോയി. ഫോണിൽ ടച്ച് ചെയ്യാൻ പറ്റൂല. വേണോ വെറുതെ? കാണാൻ പറ്റും. മതി മതി. കഴിഞ്ഞ ഇനി ഉണ്ടിട്ടാ ഒരു വലിയ ഡെറിവേഷൻ ഉണ്ട്. ഇതിനാണ് കുറച്ച് നന്നായിട്ട് പഠിക്കേണ്ടത്. ഇവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം. Sn ഈക്വൽ ടു Sn മൈനസ് Sn-1. ഇതെങ്ങനെയാ വന്നെന്ന് മനസ്സിലായില്ല? നീ കാണാൻ പറ്റല്ലേ? ജ്യോതിഷിനെ കാണാൻ പറ്റുണ്ടോ? ഇല്ല, നീ കാണാൻ പറ്റൂല. നിനക്ക് കാണാൻ പറ്റണ്ട. അപ്പൊ അവർക്ക് ബോർഡ് കാണാൻ പറ്റൂലടാ ക്ലിയർ ആയിട്ട്. ഇപ്പൊ പ്രശ്നമുണ്ടോ?
ഓക്കെ. Sn ഈക്വൽ ടു Sn മൈനസ് Sn മൈനസ് 1. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് കൊടുക്കാൻ പോണേ. അപ്പൊ Sn ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? UN പ്ലസ് ഹാഫ് AN സ്ക്വയർ. നമ്മൾ എന്നിന്റെ ടേംസിലാണ് എഴുതുന്നത്, ഇത് ടിയുടെ ടേംസിലാണ് ഇരിക്കുന്നത്. നമുക്ക് അതിനെ എന്നിന്റെ ടേംസിൽ എഴുതാം. UN പ്ലസ് ഹാഫ് AN സ്ക്വയർ. Sn ആണ് എഴുതിയിരിക്കുന്നത്. UN പ്ലസ് ഹാഫ് AN സ്ക്വയർ മൈനസ് Sn മൈനസ് 1. അപ്പൊ എങ്ങനെ വരും? U ഇൻറ്റു n മൈനസ് 1 പ്ലസ് 1/2 a ഇൻറ്റു n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നല്ലേ കിടക്കണം? എസ്, ഇത് ST യുടെ ടേംസിലാണ് കിടക്കുന്നത്. നമുക്ക് വേണ്ടത് Sn, nth ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഡിസ്റ്റൻസിനെ n ന്റെ ടേമിലേക്ക് നമ്മൾ മാറ്റാം. ഈ ടി ഉള്ള പ്ലേസിലെല്ലാം നമ്മൾ Sn എഴുതാൻ വേണ്ടി n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. മൈനസ് ഇവിടെ ഇതിൽ നമ്മൾ Sn മൈനസ് 1 ആണ്. അപ്പൊ നമ്മളിവിടെ എല്ലാം ടി ഉള്ള പ്ലേസിലെല്ലാം n മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, എഴുതിപ്പോയിക്കോ, എന്നാ ചെയ്ത് പോകാനുള്ളത് എഴുതിപ്പോയിക്കോ. ഇത്ര എഴുതേ. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ. Sn ഈക്വൽ ടു Sn മൈനസ് n മൈനസ് 1. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്താൽ മതി. UN പ്ലസ് ഹാഫ് AN സ്ക്വയർ മൈനസ് U ഇൻറ്റു n UN മൈനസ് U ഇൻറ്റു 1 U പ്ലസ് 1/2 A n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1. ഓക്കെ, UN പ്ലസ് ഹാഫ് AN സ്ക്വയർ മൈനസ് UN മൈനസ് U പ്ലസ് 1/2 A ഇൻറ്റു n സ്ക്വയർ ടു AN സ്ക്വയർ മൈനസ് 1/2 A ഇൻറ്റു 2n പ്ലസ് 1/2 A. ഈ 1/2 A കൊണ്ട് ഇതിനെല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യണേ, ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് ചെയ്യണേ. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. UN പ്ലസ്, ശ്രദ്ധിച്ചിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി, നോക്കിയിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. UN പ്ലസ് ഹാഫ് AN സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു മൈനസ് UN ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മൈനസ് എന്താവും? പ്ലസ് U മൈനസ് 1/2 AN സ്ക്വയർ പ്ലസ് 2 ക്യാൻസൽ AN മൈനസ് 1/2 A. ഓക്കെ, സ്വന്തമായിട്ട് ചെയ്ത് നോക്ക്. ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് കറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് നോക്ക്. ഓക്കെ, ഇത്ര എത്തിയാ? ചെയ്താ? എവിടെ വരെ എത്തി? ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എഴുതി. എത്ര എഴുതിയാ നീ? ഓക്കെ ഓക്കെ, സ്വന്തമായിട്ട് ചെയ്തു പോട്ടാ. ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും സ്റ്റെപ്പ്? പോയിട്ടില്ലല്ലോ? ഇതേ കുഴപ്പമില്ലല്ലോ? ക്വസ്റ്റിന് കുഴപ്പമില്ലല്ലോടാ? ഓക്കെ, ഇനി നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയാം. പ്ലസ് UN മൈനസ് UN പ്ലസ് AN സ്ക്വയർ മൈനസ് AN സ്ക്വയർ ക്യാൻസൽ. ബാക്കിയുള്ളത് U പ്ലസ് AN മൈനസ് 1/2 A. U plus AN ഓക്കെ, ഇത്ര എഴുതിയാ? നമുക്ക് A കോമൺ ആയിട്ട് എടുക്കാം. A ഇൻറ്റു n മൈനസ് 1/2.
എഴുതണേ u plus a into 2n minus 1 by 2. Okay, u plus a by 2 into 2n minus 1. കഴിഞ്ഞ ഇത്രയും ഏതാടാ a by 2. ഓക്കെ, ഈ 2 ഇത് ഈ 1 by 2 നമ്മൾ പുറത്തേക്ക് എടുത്താൽ എങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് എടുത്തു. എന്താടാ a by 2 എങ്ങനെ വരുന്ന? ഈ 1 by 2 നമ്മൾ ഔട്ട് സൈഡ് എടുത്ത് എഴുതണമെന്ന് എഴുതില്ല. ഓക്കെ, ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണമെന്നല്ല, ഇങ്ങനെ എഴുതിയാലും ഓക്കെ തന്നെയാണ്. ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ ഒന്ന് കറക്റ്റ് ആക്കി എഴുതാൻ വേണ്ടി അറേഞ്ച് ചെയ്ത് എവിടെയെങ്കിലും പോയാൽ a by 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ഇല്ലേ, ഇത് 1 by 2 ആണല്ലോ. അത് നമ്മളൊന്ന് പുറത്തേക്ക് എടുത്ത് എഴുതുന്നല്ലോ. ഇത്ര എഴുതിയാലും ഓക്കെയാണ്. ജസ്റ്റ് ആ ഇക്വേഷൻ ഒരു ഇത് കിട്ടാൻ വേണ്ടി അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. അപ്പൊ എഴുതിക്കോ SN ഈക്വൽ ടു u plus a by 2 into 2n minus 1 ഒരു ബോക്സ് ചെയ്തിട്ടോട്ടോ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. ക്രിസ് എഴുതിയാ? പ്രജീന എഴുതിയാ? എഴുതിയാടാ? ക്ലിയർ ആണ്? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഇപ്പൊ 4 ഇക്വേഷൻസ് ഓഫ് മോഷൻ നോക്കിയില്ലേ? ആ 4 ഒന്ന് നോക്കിക്കേ, വേഗം നോക്ക്. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കി. ആ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ മാത്രം ഒന്ന് നോക്കി നോക്ക്. ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് വരുമ്പോ തന്നെ 4 ഇക്വേഷൻ ഞാൻ എഴുതി. ടെസ്റ്റ് സാറ്റർഡേ ടെസ്റ്റ് ആണല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ട്യൂസ്ഡേ. സാറ്റർഡേ ഏതാ ക്ലാസ്? കെമിസ്ട്രി ക്യാൻസൽ ചെയ്തിട്ടാണെന്ന് തോന്നണം മിസ് പറഞ്ഞ ടെസ്റ്റ്. നോക്കിയാ 4 ഇക്വേഷൻ നോക്കിയാ? അപ്പൊ ഇനി വന്ന ട്യൂസ്ഡേ, മൺഡേ അല്ലേ അടുത്ത ക്ലാസ്? ടെസ്റ്റ് അല്ലാതെ അടുത്ത ക്ലാസ് മൺഡേ അല്ലേ? അപ്പൊ മൺഡേ വരുമ്പോ തന്നെ 4 ഇക്വേഷൻ എഴുതണേ. കറക്റ്റ് 5 മണിക്ക് തന്നെ, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല, ടൈം കിട്ടില്ല എഴുതാൻ. ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും കറക്റ്റ്. അത് ചെയ്യുന്ന രീതി നോക്കിയാൽ കിട്ടും. ബൈ ഹാർട്ട് പഠിച്ചു നോക്കാതിരുന്നാ മതി. ഓക്കെ, വേഗം നോക്കിക്കോ. ഇക്വേഷൻ ഒന്ന് നോക്കുക. 4 ഇക്വേഷൻ അല്ലേ? ഇതാണ് ഇക്വേഷൻ. ഇതാ ഇക്വേഷൻ. കുഴപ്പമൊന്നുമില്ല, പഠിച്ചാ മതി. SN ഈക്വൽ ടു എന്ന് എഴുതും. ഓക്കെ, അടുത്തത് റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ഈ വേർഡിൽ നിന്ന് തന്നെ റിലേറ്റീവ് ഒരാളുടെ വെലോസിറ്റിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ആളുടെ വെലോസിറ്റിനെ പറയും. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ 2 ഒബ്ജക്ട് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരാളുടെ വെലോസിറ്റിനെ കമ്പയർ ചെയ്ത് നമ്മൾ പറയും. ഇപ്പൊ ഇതിന്റെ വെലോസിറ്റി വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഇപ്പൊ 2 കാർ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഒരു കാറിന്റെ ഉള്ളിൽ ഇരിക്കുക. അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിൽ നമ്മൾ പറയും ഇപ്പോ അതിന്റെ സ്പീഡ് വെച്ച് നോക്കാനാണെങ്കിൽ ഇത് കുറവാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? അതാണ് ഇപ്പൊ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ വെലോസിറ്റിനെ കമ്പയർ ചെയ്ത് മറ്റൊരാളുടെ വെലോസിറ്റി പറയുന്നു, റിലേറ്റ് ചെയ്ത് പറയുന്നു, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. എഴുതിക്കോ, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് വൺ ബോഡി, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ ബോഡി, relative velocity of a body with respect to another body is the rate of displacement of first body
rate of displacement of first body relative to the second body. Relative velocity of one body with respect to another body is the rate of displacement of relative velocity and the relative velocity of one body with respect to another body. ഒരു ബോഡിനെ റിലേറ്റ് ചെയ്തല്ലേ വരും. ഇത് നീ കംപ്ലീറ്റ് ചെയ്യും. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. അനദർ ബോഡി another body is the rate of displacement of സെന്റൻസ് കംപ്ലീറ്റ്. ഇത് എഴുതൂ, വീട്ടിൽ പോയിട്ട് നോട്ട് പകർത്തു എഴുതും. എന്നാൽ ഈസ് ദ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യണ്ടേ. ഈസ് ദ rate of displacement of first body, rate of displacement of first body relative to the second body, relative to the second body. എഴുതിയാ? ഓക്കെ. ഇനി കേസ് 1, ഫസ്റ്റ് കേസ്. റിലേറ്റീവ് വെലോസിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും എഴുതിയാൽ മതി. നമ്മൾ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു ബോഡി എ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് വെലോസിറ്റി വി എ, വെലോസിറ്റി ഓഫ് എ, ബോഡി എ, വെലോസിറ്റി ഓഫ് ബോഡി എ വി എന്ന് എഴുതും. ഇനി അടുത്ത ഒരു ബോഡി ബി, അതും സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് വി ബി എന്ന് എഴുതാം, വെലോസിറ്റി ഓഫ് ബി. ഇനി നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എഴുതാൻ പോകുന്നത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, ബിനെ കമ്പയർ ചെയ്ത് വെലോസിറ്റി ഓഫ് എ എഴുതാൻ പോകും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? റിലേറ്റീവ് വെലോസിറ്റി വി, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, ഇങ്ങനെ എഴുതണം. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈക്വൽ ടു വി എ മൈനസ് വി ബി, വി എ മൈനസ് വി ബി. ഓക്കെ. ഇതിപ്പോ ഇതെങ്ങനെയാ വായിക്കുക? വി എ ബി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, അത് എഴുതി വെച്ചോട്ടെ. അതിന്റെ താഴെ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ഓക്കെ. ഇനി നേരെ തിരിച്ച് നമുക്ക് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഫസ്റ്റ് നമ്മൾ എഴുതിയത് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. എയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ബി ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, വി എ മൈനസ് വി ബി. നമുക്ക് നേരെ തിരിച്ച് വെലോസിറ്റി ഓഫ്, അത് നിങ്ങൾ എഴുതിക്കുക, വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അപ്പൊ എങ്ങനെ വരും? വി ബി എ, വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അപ്പൊ വായിക്കുമ്പോ അങ്ങനെ വായിക്കുക. ഇതെന്താ വായിക്കുന്നത്? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഇതെങ്ങനെയാ വായിക്കുക? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. വി ബി എ ഈക്വൽ ടു വി ബി മൈനസ് വി എ. Velocity of B with respect to A equal to velocity of B minus velocity of A. ഓക്കെ. ഈ കേസ് ആപ്ലിക്കബിൾ ആവുന്ന എപ്പോഴാ? രണ്ട് ബോഡിയും സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ. ഓക്കെ. ഇതിൽ എഴുതി വെച്ച ബോത്ത് ആർ മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ, അത് എഴുതി വെച്ചോട്ടാ. ഏത്? നമ്മൾ കമ്പയർ ചെയ്ത് ജസ്റ്റ് പറയുന്നേ ഉള്ളു, റിലേറ്റ് ചെയ്ത് പറയുന്നേ ഉള്ളു. ബീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എയുടെ കാര്യം പറയുന്നു, എനെ വെച്ച് നമ്മൾ ബിയുടെ കാര്യം പറയുന്നു. ചിലപ്പോ കുറയാൻ കൂടാം, അതല്ല, നമ്മൾ ജസ്റ്റ് പറയുന്നേ ഉള്ളു, കമ്പയർ ചെയ്ത് പറയുന്നേ ഉള്ളു. സെയിം ഡയറക്ഷനിലാകുമ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും, അത്രയും മാത്രം ഓർത്താൽ മതി. ഒരാളെ വെച്ച് മറ്റേ കമ്പയർ ചെയ്ത് പറയുന്നേ ഉള്ളൂ. ഇപ്പൊ രണ്ടുപേര് നടന്നു പോവുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ സ്പീഡ് വെച്ച് നോക്കാനാണെങ്കിൽ എന്റെ കൂടെയുള്ള ആളുടെ സ്പീഡ് കൂടുതലാണ്, അങ്ങനെ നമ്മൾ പറയില്ലേ? അതുപോലെ ഇപ്പൊ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുമ്പോൾ ബീനെ വെച്ച് നോക്കുമ്പോൾ എ, അങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നത്, അത്രയും നോക്കിയാൽ മതി. ഓക്കെ. സെയിം ഡയറക്ഷനിലാവുമ്പോൾ നമ്മൾ ഡിഫറൻസ് ആണ് എടുക്കുന്നത്. ഇനി അടുത്ത കേസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇത് നമ്മൾ പറഞ്ഞ എന്താ? രണ്ടും സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇപ്പൊ എ ഇങ്ങോട്ടും ബി ഇങ്ങോട്ടും ആണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാ നോക്കാൻ പോകും. അപ്പൊ കേസ് 2 എഴുതിക്കോ. 2 bodies are in the opposite direction. 2 bodies are in the opposite direction. ഓക്കെ. ഇത് നമുക്ക് കമ്പയർ ചെയ്യാം. ഇനി
VAB. VAB എന്ന് പറയുമ്പോൾ എന്താണ്? വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B. നമുക്ക് എങ്ങനെ എഴുതാം? VA മൈനസ് VB. പക്ഷെ നോക്കിക്കേ, മൈനസ് VB എന്ന് എഴുതിയേക്കുന്നത്. മൈനസ് VB. അത് എന്തുകൊണ്ടാണ് മൈനസ് എഴുതാൻ കാര്യം? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അയാൾ ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാ പോകുന്നത്. അപ്പൊ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് മൈനസ് VB എന്ന് എഴുതാം. അപ്പൊ മൈനസും മൈനസും എന്തായി? പ്ലസ് ആയി. അപ്പൊ VAB ഈക്വൽ ടു VA പ്ലസ് VB. ഇനി അതുപോലെ തന്നെ BA. വെലോസിറ്റി ഓഫ് B വിത്ത് റെസ്പെക്ട് ടു A. B. VB മൈനസ് VB നെ വെച്ച് നോക്കാനാണെങ്കിൽ VBയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര് മൂവ് ചെയ്യുന്നത്? A മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് VB ഇങ്ങോട്ടാണെങ്കിൽ B ഇങ്ങോട്ടാണ്, ബോഡി B ഇങ്ങോട്ടാണ്. അപ്പൊ VB, ഇതിന്റെ വെലോസിറ്റി VB എന്ന് എഴുതി. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ A എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് VA. സോ VBA ഈക്വൽ ടു VB പ്ലസ് VA. ഓക്കെ, ഇത്ര ഉള്ള റിലേറ്റീവ് വെലോസിറ്റി. അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി എന്താന്നാ പറഞ്ഞ? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഫസ്റ്റ് ബോഡി റിലേറ്റീവ് ടു അനദർ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ഓർത്താൽ മതി. ഒരാളുടെ വെലോസിറ്റിനെ മറ്റൊരാളുടെ വെലോസിറ്റിയായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നു. VAB എന്ന് പറയുന്നത് എങ്ങനെ വായിക്കും? വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B. നമ്മൾ ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ ഇങ്ങനെ VAB എന്നൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ VAB എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? റിലേറ്റീവ് വെലോസിറ്റി. നന്നായിട്ട് ന്യൂമറിക്കൽസ് ഉണ്ടാവും ഈ ഒരു ചാപ്റ്ററിൽ. നമുക്ക് അവസാനം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം. ഇക്വേഷൻസ് പഠിച്ചു പോവുക. ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഇക്വേഷൻസ് ഇപ്പൊ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക, ഡിറൈവ് ചെയ്തു പോകുക. ഫൈനൽ ഇക്വേഷൻ ഇപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് ഇല്ലേ, ആ ഇക്വേഷൻ ഒക്കെ ജസ്റ്റ് ബൈ ഹാർട്ടും പഠിച്ചു നോക്കി. ഇപ്പൊ നമുക്ക് ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ ഇക്വേഷൻ ആണ്, അല്ലാതെ നമുക്ക് ഫസ്റ്റ് തൊട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റുമോ? ന്യൂമറിക്കൽ ചെയ്യണ നേരത്ത് ഇക്വേഷൻ പഠിക്കുകയും ചെയ്യണം, ഡെറിവേഷനും പഠിക്കണം. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി ഇത്രേ ഉള്ളൂ. ആ രണ്ട് കേസ് ഓർക്കുക. സെയിം ഡയറക്ഷനിലാണ് ബോഡീസ് മൂവ് ചെയ്യണമെങ്കിൽ വെലോസിറ്റിയുടെ ഡിഫറൻസ് എടുത്താൽ മതി. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ആഡ് ചെയ്യും. അത്ര ഓർത്താൽ മതി. ഓക്കെ, പിന്നെ എഴുതണമെന്ന് ഓർക്കണേ. VBA എന്ന് പറയുമ്പോൾ VB ഫസ്റ്റ് എഴുതുക, ദെൻ VA. VB വിത്ത് റെസ്പെക്ട് ടു A ആണ്. ഓക്കെ, ഇത്രയുള്ള റിലേറ്റീവ് വെലോസിറ്റി. അടുത്തത് നമ്മൾ ഗ്രാഫ് ആണ് നോക്കാൻ പോകുന്നത്. ഗ്രാഫ് എന്ന് തന്നെ ഹെഡിങ് എഴുതിക്കോ, കുറെ ഗ്രാഫ് പഠിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഗ്രാഫ് ആണ് പഠിക്കാനുള്ളത്. അത്യാവശ്യം നന്നായിട്ട് ഗ്രാഫും വരുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. 3 എഴുതി വെച്ചാൽ പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന പൊസിഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, ഗ്രാഫ് പഠിച്ചു വെക്കണം കേട്ടോ. ബൈ ഹാർട്ട് പഠിക്കണമെങ്കിൽ പഠിച്ചു വെക്കുക. പൊസിഷൻ ടൈം ഗ്രാഫിന് നമുക്ക് 3 കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസ് ഒബ്ജക്ട് അറ്റ് റെസ്റ്റ്. ഒബ്ജക്ട് അറ്റ് റെസ്റ്റ് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കോട്ടെ, കറക്റ്റ് ആയിട്ട് ചോദിക്കും. ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് വെൻ ദ ഒബ്ജക്ട് ഈസ് അറ്റ് റെസ്റ്റ്. കാണാൻ പറ്റില്ലേ? ഒബ്ജക്ട് റെസ്റ്റിൽ ഇരിക്കുമ്പോഴുള്ള പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കാനുണ്ടാവും. പിന്നെ ഒബ്ജക്ട് മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഒബ്ജക്ട് മൂവ്സ് വിത്ത് uniform velocity, then object moves with acceleration. Okay,
അപ്പൊ നമുക്ക് 3 ഗ്രാഫ് പഠിക്കാനുണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അതിൽ ഒരെണ്ണം മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫിൽ തന്നെ 3 കേസ് വരുന്നുണ്ട്. ഒബ്ജക്ട് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ, ഒബ്ജക്ട് മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റിയിൽ പോകുമ്പോൾ, ഒബ്ജക്ട് മൂവ്സ് വിത്ത് ആക്സിലറേഷൻ. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒബ്ജക്ട് അറ്റ് റെസ്റ്റ്. ഒബ്ജക്ട് അറ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ എക്സ് ടി, പൊസിഷൻ എക്സ് റെപ്രസെന്റ് ചെയ്യും, ടൈം ടി റെപ്രസെന്റ് ചെയ്യും. ടി എപ്പോഴും ഏത് ആക്സിസിലേ വരുള്ളൂ? എക്സ് ആക്സിസ്. പൊസിഷൻ വൈ ആക്സിസ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഒബ്ജക്ട് അറ്റ് റെസ്റ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. ഒബ്ജക്ട് അറ്റ് റെസ്റ്റ്. അപ്പൊ നോക്കിക്കേ എങ്ങനെ വരും ഏകദേശം? ഒബ്ജക്ട് അറ്റ് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഗ്രാഫ് എങ്ങനെ വരും? ഫസ്റ്റ് സെക്കൻഡ് നോക്കി. ഫസ്റ്റ് സെക്കൻഡ് നോക്കിയപ്പോഴത്തേക്ക് ഒബ്ജക്ട് ഒരു പൊസിഷനിൽ ഇരിക്കണേ, അവിടെ തന്നെ ഇരുന്നു. അടുത്ത സെക്കൻഡിൽ ഞാൻ നോക്കി, അപ്പോഴും ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെ തന്നെ ആയിരിക്കും? അവിടെ തന്നെ ആയിരിക്കും അല്ലെ? പിന്നെ അടുത്ത സെക്കൻഡിൽ നോക്കി, അപ്പോഴും ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെ തന്നെ ആയിരിക്കും? സെയിം സ്ഥലത്ത് തന്നെ ആയിരിക്കും. റെസ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ അതിന് മൂവ്മെന്റ് ഇല്ല. അപ്പൊ അതെങ്ങനെ പോകും? കോൺസ്റ്റന്റ് ആയിട്ട് പോകും. ഓക്കെ, ഇതാണ് ഒബ്ജക്ട് അറ്റ് റെസ്റ്റിലുള്ള ഗ്രാഫ്. ഓക്കെ, മനസ്സിലായ? പൊസിഷന് ചേഞ്ച് ഒന്നും ഇല്ല, അങ്ങനെ തന്നെ പൊസിഷൻ ഇരിക്കണ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്. ഓരോ ടൈം മാറിയാലും പൊസിഷൻ എവിടെ തന്നെയാ? കോൺസ്റ്റന്റ് ആയിട്ട് പോകും. ഇരിക്കണ പ്ലേസിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യും. ഒബ്ജക്ട് അറ്റ് റെസ്റ്റ്. ഓക്കെ, അടുത്തത് ഒബ്ജക്ട് മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഒബ്ജക്ട് മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഒബ്ജക്ട് മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഓക്കെ, യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഈക്വൽ, മറിച്ച് നോക്കിക്കോ, അറിയില്ല മറിച്ച് നോക്കിക്കോ. യൂണിഫോം വെലോസിറ്റി നമ്മൾ പഠിച്ചതല്ലേ? ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്, ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അതാണ് നമ്മൾ യൂണിഫോം വെലോസിറ്റി പഠിച്ചത്. അപ്പൊ യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ചേഞ്ച് ചെയ്യുമെന്നാ പറയുന്നത് യൂണിഫോം. അപ്പൊ ഒരു ഒബ്ജക്ട് ഇവിടെ മൂവിംഗ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? മറ്റേത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ പൊസിഷൻ അങ്ങനെയാണ്. ഇവിടെ മൂവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്കൊരു ടൈം T1 എടുക്കാം. ടൈം T1ല് x1 ആണ് പൊസിഷൻ എന്ന് വിചാരിക്കുക. അതിന്റെ പൊസിഷൻ x1 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു പോയിന്റ് കിട്ടി. ഇനി അടുത്ത കുറച്ച് ടൈം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോകും എന്നാ പറയുന്നത് അല്ലെ? ടൈം T1ല് അത് x1 ഡിസ്റ്റൻസ് വന്നു. ഇനി ടൈം T2 നോക്കുമ്പോഴത്തേക്കും അതിന്റെ പൊസിഷൻ ഇവിടെയായി. ഓക്കെ, മൂവ് ചെയ്യുന്നുണ്ട്, ഇവിടെ അനങ്ങാതിരിക്കണേ. ഇവിടെ ടൈം T1ല് അതിന്റെ പൊസിഷൻ ഇവിടെയായിരുന്നു. ടൈം T2 നോക്കുമ്പോൾ ഇവിടെയായി. അപ്പൊ ഈ 2 പോയിന്റും കൂടെ നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ വരും ഏകദേശം. ഓക്കെ, ഇങ്ങനെ വരും. ഇതാണ്. അപ്പൊ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും? ഇവിടുന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകും. ഓക്കെ, ഈ ലൈൻസ് ഒന്നും വരച്ചില്ലെങ്കിലും ഇങ്ങനെ ഒരൊറ്റ ഗ്രാഫ് വരക്കണം. ഓക്കെ, ജസ്റ്റ് ഒബ്ജക്ട് മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് വരച്ച് ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇപ്പൊ ഇത്രയും കിട്ടിയില്ല, എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? ഫസ്റ്റ് ടൈം T1ല് അതിന്റെ പൊസിഷൻ x1ലായിരുന്നു. പിന്നെ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്തു, ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അടുത്ത ടൈം T2 വന്നപ്പോഴത്തേക്കും അതിന്റെ പൊസിഷൻ x2 ആയി. ഇത് രണ്ടും കൂടി നമ്മൾ പ്ലോട്ട് ചെയ്തപ്പോ ഇവിടെ വന്ന്, ഇത് രണ്ടും കൂടി പ്ലോട്ട് ചെയ്തപ്പോ ഇവിടെ വന്നു. ഇനി നിങ്ങൾ ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാന്ന് പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് ആണല്ലേ ഇത്? പൊസിഷൻ ടൈം ഗ്രാഫ് ഒബ്ജക്ട് മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പൊ ഈ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഞാനിപ്പോ A എന്ന് പറഞ്ഞു കൊടുത്തു ഇതിന്റെ പൊസിഷൻ ഞാൻ D എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇത് രണ്ടും കൂടി ഞാൻ ജോയിൻ ചെയ്ത് ഇങ്ങനെ വരച്ചു. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ 2 പൊസിഷൻ കൺസിഡർ ചെയ്ത് A എന്ന് പറയുന്ന പൊസിഷനും B എന്ന് പറയുന്ന പൊസിഷനും കൺസിഡർ ചെയ്ത് ജസ്റ്റ് രണ്ടും കൂടി ഞാൻ ജോയിൻ ചെയ്ത് വരച്ചു. ഓക്കെ, AB ഈ പോയിന്റിന് ഞാൻ C എന്ന് കൊടുത്തു. നമ്മൾ സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നോക്കാം. സ്ലോപ്പ് ഈക്വൽ ടു, സ്ലോപ്പ് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ചേഞ്ച് ഇൻ y ആക്സിസ് ബൈ ചേഞ്ച് ഇൻ x ആക്സിസ്. ചേഞ്ച് ഇൻ y ആക്സിസ് ബൈ, അറിയില്ലെങ്കിൽ എഴുതി വെച്ചോ സ്ലോപ്പ് കണ്ടുപിടിക്കണത് എങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ എഴുതി തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ പറയാം. ചേഞ്ച് ഇൻ x ആക്സിസ്. ഇവിടെ y ആക്സിസിൽ വന്നിരിക്കുന്ന ചേഞ്ച്, ചേഞ്ച് എത്രയാ വന്നിരിക്കുന്നത്? y ആക്സിസ് എന്ന് പറയുന്നത് ഈ ആക്സിസ് അല്ലേ? നമ്മളിപ്പോ ഈ ഒരു പോയിന്റിന്റെ സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് നമ്മൾ ജോയിൻ ചെയ്ത്, ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ആ സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിക്കോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഗ്രാഫ് ഇരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ്. ഓക്കെ, നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതാണ് ഒരു പോയിന്റ്, ഇതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ഇത്ര ഓക്കെ അല്ലേ? ഇത് മാർക്ക് ചെയ്ത് എങ്ങനെയാന്ന് കിട്ടി? സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട്
നമ്മളൊരു ചെറിയ ട്രയാങ്കിൾ പോലെ കൺസിഡർ ചെയ്യും. എ ബി സി അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ y ആക്സിസ് ബൈ ചേഞ്ച് ഇൻ x ആക്സിസ്. ഇനി y ആക്സിസ് എന്ന് പറയുന്നത് ഇതല്ലേ y ആക്സിസ് അല്ലെ? ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ച് എങ്ങനെയാണ്? x2 x1 അല്ലെ? x1ൽ നിന്ന് x2 പൊസിഷനിലേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, x1ൽ നിന്ന് x2 പൊസിഷനിലേക്ക്. ഇത്രയും വരച്ച അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല വരക്കുന്നിട്ട് ഞാൻ പറഞ്ഞു വരച്ച്. മാം വരച്ചു, അല്ലെങ്കിൽ അടുത്തത് പറയാൻ ടൈം ഉണ്ടാവില്ല. വരച്ചാ സ്വന്തമായിട്ട് പ്ലോട്ട് ചെയ്ത് വരച്ചു നോക്കട്ടെ. T1 പൊസിഷൻ x1 ആയിരുന്നു, T2 പൊസിഷൻ x2 ആയി. ഓക്കെ, ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ y ആക്സിസ്. y ആക്സിസിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇത്രയുമാണ് അല്ലെ? ഇവിടെ ഇരുന്ന വെച്ച ബോഡി ഇങ്ങോട്ടാണ് മൂവ് ചെയ്തത്. അപ്പൊ ഇത്രയും ഇതാണ് നമുക്ക് y ആക്സിസിൽ വന്നിരിക്കുന്ന ചേഞ്ച്. നമുക്ക് ബി സി എന്ന് കൊടുത്ത് y ആക്സിസിലെ ചേഞ്ച്. ഇനി x ആക്സിസിൽ വന്നിരിക്കുന്ന ചേഞ്ച് ഇത്രയും അല്ലേ? ഇത് നമ്മള് എ സി എന്ന് കൊടുത്തു. ദെൻ ബി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ. ഇനി എ സി എന്ന് പറയുന്നത് x ആക്സിൽ വന്നിരിക്കുന്ന ചേഞ്ച്. ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം. ചേഞ്ച് ഇൻ x ആക്സിസ് T2 മൈനസ് T1. ഓക്കെ, ഇനി നോക്കിക്കേ. ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം. പൊസിഷൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ ഒരു ഡിസ്റ്റൻസ് അല്ലേ കൊടുത്തിരിക്കുന്നത്. ടൈം T1 ഇത് ഇത്രയും മൂവ് ചെയ്തു, അടുത്ത ടൈം T2 ഇത് ഇത്രയും മൂവ് ചെയ്തു. അപ്പൊ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത് നമുക്ക് അവിടെ? വെലോസിറ്റി. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെലോസിറ്റി. അപ്പൊ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് വരച്ചത്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ഒബ്ജെക്ട് മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റി കിട്ടി. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി ആണ് കിട്ടിയത്. ഇത്രയും എഴുതി കഴിഞ്ഞെങ്കിൽ എഴുതിക്കോ. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്. സ്ലോപ്പ് ഓഫ് എഴുതി കഴിഞ്ഞിട്ടുണ്ടോ? ഇത്ര എഴുതിയാ? എഴുതിക്കോ. എഴുതിയാത്രേ. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കോട്ടോ. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് ഡാഷ് വെലോസിറ്റി. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്ക് കിട്ടും. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് പഠിക്കാനുണ്ട്, അതിന്റെ സ്ലോപ്പ് പഠിക്കാനുണ്ട്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ ആകെ പഠിച്ചിരിക്കുന്ന പൊസിഷൻ ടൈം ഗ്രാഫും അതിന്റെ 3 കേസോ പഠിച്ചിരിക്കുന്നു. ഇനി എല്ലാവർക്കും വരും അതുപോലെ. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് കിട്ടി. വായിക്കണേ, കഴിഞ്ഞില്ലേ ഇത്? അപ്പൊ ഒബ്ജെക്ട് മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെ പോകും? ഇങ്ങനെ പോകും അല്ലെ? ഇനി അടുത്ത പൊസിഷൻ ടൈം T1 x1 മൂവ് ചെയ്തു, ടൈം T2 x2 മൂവ് ചെയ്തു, ടൈം T3 ഉണ്ടെങ്കിൽ അത് പിന്നെയും x3 മൂവ് ചെയ്യും. അങ്ങനെ പ്ലോട്ട് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ കിട്ടും, കൂടി കൂടി വരും അല്ലെ? ഇനി ഒബ്ജെക്ട്സ് മൂവ്സ് വിത്ത് നെഗറ്റീവ് യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ എങ്ങനെ വരും? നെഗറ്റീവ് ആയിട്ട് വരുവാണെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെ വരും? നേരെ തിരിച്ചു വരും. ഇപ്പൊ ഇങ്ങനെ ഇൻക്രീസ് ചെയ്താണ് പോകുന്നതെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, പൊക്കത്തുനിന്ന് പോയിന്റിൽ നിന്ന് താഴേക്ക് വരും. ജസ്റ്റ് തിരിച്ചു വരക്ക. ആ ഒരു കേസ് കൂടെ എഴുതി വെച്ചോ. ഏതോ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എഴുതി വെച്ചോ. വെൻ ഒബ്ജെക്ട് മൂവ്സ് വിത്ത് നെഗറ്റീവ് വെലോസിറ്റി, നെഗറ്റീവ് യൂണിഫോം വെലോസിറ്റി. അപ്പൊ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കാം, നമ്മൾ പോസിറ്റീവായിട്ട് വരച്ചത് എങ്ങനെയാണോ അത് ഇൻക്രീസ് ചെയ്താണ് പോണെങ്കിൽ മറ്റേത് എങ്ങനെ വരും? നേരെ തിരിച്ചു വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ലോപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും? ഇതിന്റെ സ്ലോപ്പ് നമ്മൾ എടുത്ത് ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് വെലോസിറ്റി. മറ്റേതിൽ കിട്ടുന്നത് പോസിറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഈ ഗ്രാഫിൽ കിട്ടുന്നത്, ഈ ഗ്രാഫ് തന്നെ തിരിഞ്ഞു വന്നേക്കുന്നതല്ലേ നെഗറ്റീവ് ആയപ്പോ. അപ്പൊ വെലോസിറ്റി അവിടെ എന്ത് തന്നെ ആയിരിക്കും? നെഗറ്റീവ് തന്നെ ആയിരിക്കും. അത് എഴുതിയല്ല. സ്ലോപ്പ് ഓഫ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ് വെലോസിറ്റി. ഓക്കെ,
ഇനി അടുത്തത് ഒബ്ജക്ട്സ് മൂവ്സ് വിത്ത് ആക്സിലറേഷൻ. ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഗ്രാഫും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വേറെ പ്ലോട്ട് ചെയ്യാനൊന്നുമില്ല. ഇത് ടൈം ആക്സിസ്, പൊസിഷൻ ആക്സിസ്. ഇത് ജസ്റ്റ് ഇങ്ങനെ വരും, അത്രേ ഉള്ളൂ. ഒരു പാരാബോളിക് ഷേപ്പിൽ ആക്സിലറേഷന്റെ ഗ്രാഫ് പോകും. ശ്രദ്ധിക്കേണ്ടത് സ്റ്റേഷനറി ആയിട്ടിരിക്കുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് പോകും. ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോകും. മറ്റേത് ഒരു പാരാബോളിക് ആയിട്ട് വരും. ഓക്കെ, പാരാബോളിക് ആയിട്ട് വരുന്നത് ആക്സിലറേഷൻ. പോസിറ്റീവ് ആക്സിലറേഷന്റെ കേസിൽ, ഇനി നെഗറ്റീവ് ആക്സിലറേഷന്റെ കേസിലാണെങ്കിൽ എങ്ങനെ വരും? ഇത് തന്നെ തിരിച്ചു വരും. അത്ര ഓർത്താൽ മതി. മെയിൻ ആയിട്ട് ഇതിന് ചോദിക്കുന്നത് ഇതാണ് ട്ടോ. സ്ലോപ്പ് കണ്ടുപിടിക്കാനുണ്ടാവും. സ്ലോപ്പ് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഫൈനൽ ഇക്വേഷൻ മാത്രം ലൈക്ക് ഇങ്ങനെ പഠിച്ചു വെക്കരുത്. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ, ആ സെന്റൻസ് മാത്രമല്ല കറക്റ്റ് ആയിട്ട് ഗ്രാഫ് വരച്ച് ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് വെലോസിറ്റി കിട്ടുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. KVയിൽ ചോദിച്ചിട്ടുണ്ട്. KVയിൽ ഞാൻ കണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫ് വരച്ചിട്ട് ആ ഗ്രാഫിൽ നിന്ന് നമ്മൾ BC AC എന്നൊക്കെ പറഞ്ഞ് എഴുതിയില്ലേ, കറക്റ്റ് അതേ സ്റ്റെപ്സ് എഴുതി നമുക്ക് ലാസ്റ്റ് വെലോസിറ്റി കിട്ടിയാൽ മാത്രമേ ഫുൾ മാർക്ക് ഇടുള്ളൂ. 10th പോലെ അല്ല, ഡെറിവേഷൻ സ്റ്റെപ്സിനൊക്കെ നന്നായിട്ട് മാർക്ക് ഇടും. കറക്റ്റ് ആ ഡെറിവേഷൻ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. ഡിറൈവ് എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഡിറൈവ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെറിവേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതിയാൽ മാർക്ക് കിട്ടില്ല. കറക്റ്റ് ആയിട്ട് ഇപ്പോ ഗ്രാഫ് വരച്ച് ചെയ്യാൻ വേണ്ടി അപ്പോ സ്ലോപ്പ് ഓഫ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഡിറൈവ്, സ്ലോപ്പ് ഓഫ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് ഇപ്പൊ 3 മാർക്കാണ്. 2 മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ള് വരക്കുക, ഗ്രാഫ് വരക്കണം. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുക. T1 T2 X1 X2, അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് വെലോസിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നത് അത് കറക്റ്റ് ആയിട്ട് കാണിച്ചാൽ മാത്രമേ മാർക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, ആക്സിലറേഷൻ ഒക്കെ ജസ്റ്റ് അധികം മാർക്കിനൊന്നും ചോദിക്കില്ല. ആക്സിലറേഷനും ഇതും കുഴപ്പമുണ്ടാവില്ല. ഇതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ദിവസം നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കാം. കൺഫ്യൂഷൻ ആവരുത്.